എനിക്ക് ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയണമെന്നാണ് ടോപ്പിക്ക് തന്നിരിക്കുന്നത്. നിങ്ങളിൽ മിക്കവാറും പേരെ സെമിനാരിൽ വെച്ച് ആത്മീയ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മർത്തോമാ സഭയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ പ്രസംഗങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കാൻ പോകുമായിരുന്നു. പക്ഷേ 18 വയസ്സ് വരെ ഇതെല്ലാം കേട്ടിട്ടും ഉറയ്ക്കാത്ത ഒരു ജീവിതമായിരുന്നു, മറിഞ്ഞു പോകുന്ന ജീവിതമായിരുന്നു. അപ്പോഴാണ് ഓർത്തഡോക്സ് സഭയിലേക്ക് തിരിഞ്ഞത്. തിരിയാനുള്ള കാരണം 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് വീട്ടിൽ വലിയ നോമ്പ് വരുമ്പോൾ 25 ദിവസം തൊട്ട് നോയമ്പായിരുന്നു. അതൊക്കെ പ്രയാസമായിരുന്നു എനിക്ക്. ഞാനൊരു പ്രാവശ്യം വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ അമ്മ ഓടിച്ചു. ഇത്രയും സഹിക്കാൻ വയ്യായി എന്ന് പറഞ്ഞു. പിന്നൊരു പ്രാവശ്യം നോമ്പ് നോക്കിയപ്പോഴേ 11 മണിയായപ്പോൾ ഞാൻ ചെന്ന് പുട്ട് കഴിച്ചു. സഹിക്കാൻ വയ്യായിരുന്നു. അത് അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു, ഇത്രയും നേരം പോലും സഹിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു ജീവിതമാണോ ഇത്? ആ ഒരു ചോദ്യം എന്നെ നോമ്പ് നോക്കാൻ പ്രേരിപ്പിച്ചു. 3 ദിവസത്തെ പ്രായശ്ചിത്ത നോയമ്പ്. ഞാൻ തന്നെത്താൻ അനുഷ്ഠിച്ചു. അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. മർത്തോമാ സഭയിലായിരുന്നുവെങ്കിലും എൻ്റെ വീട്ടിൽ അപ്പൻ്റെ പെങ്ങന്മാർ വരുമ്പോൾ ഓർത്തഡോക്സ് സഭയിലെ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. അതുകൊണ്ട് ചെറുപ്പം തൊട്ട് പ്രാർത്ഥനയൊക്കെ അറിയാം. ഞങ്ങൾക്കുള്ള കർത്താവേ എന്നുള്ള പാട്ടുകളൊക്കെ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിരുന്നു. അപ്പോൾ നോമ്പിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും പിശാച് ബാധിക്കുന്നതിനെക്കുറിച്ചൊക്കെ മാവിമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ അവസരം ആ മരുന്നൊന്ന് ഉപയോഗിച്ച് നോക്കുവാൻ ഞാൻ തീരുമാനിച്ചു. മരുന്ന് നല്ലതായിരുന്നു. അന്ന് തൊട്ട് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കാലക്രമത്തിൽ സഭയിൽ അംഗമായി തീരുവാനും ഇടയായി. പൗരസ്ത്യ സഭയുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കേട്ടു പഠിക്കാനുള്ളതല്ല, ചെയ്ത് പഠിക്കാനുള്ളത്. അത് സന്യാസിമാർക്കും അച്ഛന്മാർക്കും ഒരേ പ്രിൻസിപ്പിളാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമെങ്കിലും എല്ലാവരും ക്രമമായി കുമ്പിട്ട് പ്രാർത്ഥിക്കണം, നമസ്കരിക്കണം. 3 നേരമെങ്കിലും നമസ്കരിക്കണം, ഉപവസിക്കണം. ഇതൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മിൽ ആത്മീയ ജീവിതം വളർന്നു വരും. ഇതനുഷ്ഠിക്കാതെ എത്ര പ്രസംഗം കേട്ടാലും ക്ലാസ്സിലൊന്ന് പഠിച്ചാലും പഠിക്കുകയില്ല. അതുകൊണ്ട് പൗരസ്ത്യ സഭയുടെ ആത്മീയ ജീവിതം ഉപവാസവും കുമ്പിടിയിലും പ്രാർത്ഥനയുമാണ്. അതിലവിടെ ബിഗിൻ ചെയ്യുന്നത്. അതിൽ വളർന്നു വന്നെങ്കിലേ മറ്റുള്ളത് കേൾക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യവും സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് പഠിപ്പിക്കാനാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. ഈ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചിന്ത, എ ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്.
മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമാണ്. എന്നാൽ മനുഷ്യൻ പറഞ്ഞാൽ ആത്മാവ് മാത്രമാണ്. അതാ എല്ലാ മതങ്ങളുടെയും ചിന്താഗതി. മനുഷ്യൻ്റെ ശരീരം ഒന്നുമില്ല, ആത്മാവ് ജീവിക്കുന്നത്. എന്നാൽ പൗരസഭയിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ അങ്ങനെയല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വം മുഴുവൻ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ ആത്മാവും മനസ്സും ശരീരവും ഇത് മൂന്നും കൂടി പ്രവർത്തിക്കുന്ന ഒരു ജീവിതമാണ് സ്പിരിച്വൽ ലൈഫ്. ഒന്നിനെ മാറ്റി നിർത്തത്തില്ല. അവിടെ സ്പിരിച്വൽ ലൈഫ് എന്നുള്ളത് എ ലൈഫ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വിധേയമായുള്ള ഒരു വിശ്വാസിയുടെ ജീവിതമാണ് സ്പിരിച്വൽ ലൈഫ്. അത് ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ തന്നെ പോലും ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നത് ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളതാണ്. പക്ഷെ പൗരസഭയിൽ മനുഷ്യൻ്റെ രക്ഷ എന്നുള്ളതാണ് പ്രധാനം. മനുഷ്യൻ്റെ രക്ഷ, അതിന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ പിതാക്കന്മാർ പറയും. വാട്ട് ഈസ് തിയോളജി? തിയോളജി ഈസ് പ്രെയർ. വാട്ട് ഈസ് പ്രെയർ? തിയോളജി ഈസ് പ്രെയർ. വേദശാസ്ത്രം എന്നുള്ളത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് വേദശാസ്ത്രം, അല്ലാതെ ബുദ്ധിപരമായ അഭ്യാസമല്ല തിയോളജി. തിയോളജി ഇസ് എൻ എക്സ്പ്രഷൻ ഓഫ് ദ സ്പിരിച്വൽ ലൈഫ്. അവനവന് നയിക്കുന്ന ആത്മീയ ജീവിതത്തിൻ്റെ എക്സ്പ്രഷനാണ് തിയോളജി. ആ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ഊന്നി പറയാനായിട്ടുള്ളത്. എ ലൈഫ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സ്പിരിച്വൽ ലൈഫ് ഈസ് ലൈഫ് ദ ഹോൾ മാൻ. അതാ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ സൗകര്യമില്ല. അങ്ങനെ ഊസോയിൽ വന്ന് അത് അവസാനിച്ചിരിക്കുക. ക്രമമായിട്ട് കുമ്പസാരിക്കണമെന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി നമുക്കുണ്ടോ? കുമ്പസാരം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിന് ആവശ്യമുള്ള ആത്മീയ ജീവിതത്തിൻ്റെ ശുദ്ധീകരണം അനുതാപത്തിൽ കൂടിയാണ്. പക്ഷേ ഇന്ന് അനുതാപം സഭയിൽ വളരെ കുറഞ്ഞുപോയി. മുകൾ തൊട്ട് താഴോട്ടും വന്നാൽ എല്ലാം കുറഞ്ഞുപോയി. നോമ്പ് നോക്കണം, കുമ്പിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ഇടവകയിലാണ്, സൺഡേ സ്കൂളിലാണ്. ഈ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകന് ഇതൊന്നുമില്ലാത്ത ആളാണ്. വേദപുസ്തകം വായിക്കത്തില്ല, കുമ്പിട്ട് പ്രാർത്ഥിക്കുകയില്ല. പിന്നെങ്ങനെ ആത്മീയ ജീവിതം ഉണ്ടാകുന്നതോ? ആകട്ടെ, പൗരസഭയുടെ ആത്മീയ ജീവിതത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ഇസ് പ്രെയർ. പ്രെയർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രെയർ, ലളിതമായ പ്രാർത്ഥന, കൊറിയലായുസ്. ഇത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇത് ഉരുവിട്ടുകൊണ്ട് ജീവിക്കണം. എന്തിനാ? ക്രമമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥന മനുഷ്യന് ജീവിതത്തിൽ ശുദ്ധീകരണം നൽകും. നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. അത് കിട്ടുന്നത് പ്രസംഗം കേൾക്കുമ്പോഴല്ല, പ്രാർത്ഥിക്കുമ്പോഴാണ്. ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് ഉള്ള പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാ പൗരസഭയുടെ സ്പിരിച്വാലിറ്റിയുടെ എസൻസ്. ഇറ്റ് ക്ലെൻസസ് അവർ ലൈഫ്. അത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നു. തെറ്റിപ്പോയാൽ അനുദപിക്കും.
ഞാൻ ഈ സ്പിരിച്വാലിറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ 4-ാം വർഷക്കാരാണ്, വലിയ ഉത്സാഹമൊന്നും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് കുറേ പേര് ഉറങ്ങും. അതുപോലെ ഇവിടെ ഇല്ലാതില്ല. ആ സ്പിരിച്വാലിറ്റി കേട്ടോണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവും സാധാരണയായത്. എന്താണെന്നറിയാമോ? നോ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് നമ്മുടെ ആളുകളെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വെരി ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് എൻ്റെ അപ്പൻ്റെ പെങ്ങളുമാർ വന്നിരുന്ന എത്രയോ മണിക്കൂറിരുന്ന പ്രാർത്ഥനയുടെ കാര്യം, ഉപവാസത്തിൻ്റെ കാര്യം, കുമ്പിടുന്ന കാര്യമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ പറയും, സെമിനാറിൽ അഡ്മിഷൻ വരുമ്പോഴേ കൈ രണ്ടും നോക്കണം, മുട്ടും നോക്കണം. വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാലും അങ്ങനെ നോക്കി ആരും എടുക്കാനൊക്കത്തില്ല. പഠിപ്പിക്കുന്നവർക്കും ഉണ്ടോ എന്ന് നോക്കണം. ഇതേ ഒരു ഓപ്ഷനാണ്, നോട്ട് എസെൻഷ്യൽ. കുമ്പിടുന്നത് നോ, ഇറ്റ്സ് എ മസ്റ്റ്. ഒരു പട്ടക്കാരനാണെങ്കിൽ, മേൽപ്പട്ടക്കാരനാണെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ 70 വയസ്സ് വരെ, 18 തൊട്ട് 70 വയസ്സ് വരെ കുമ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വയ്യ, കുമ്പിട്ട് എഴുന്നേക്കാനൊക്കത്തില്ല, രോഗിയായിപ്പോയി. എന്നാലും ചെയ്യാവുന്ന രീതിയിൽ ചെയ്യും. അത് ചെയ്യാതൊരു പ്രാർത്ഥന പൂർത്തീകരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി ചെയ്ത് പഠിക്കാനുള്ളതാണ്, കേട്ട് പഠിക്കാനുള്ളതല്ല. അത് പഠിപ്പിക്കേണ്ടുന്നത് പുരോഹിതന്മാരാണ്. വെരി സിമ്പിൾ, വേറെ ഒന്നുമില്ല. ആനക്ക് തന്നെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കർമ്മമായിട്ട് നമ്മുടെ ഒരാൾ പ്രശ്നമായിട്ട് വരുമ്പോൾ അവർക്ക് സൗഖ്യം കൊടുക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ എത്ര പേർക്ക് സൗഖ്യം കിട്ടും? കാരണം നമ്മളത് നെഗ്ലക്റ്റ് ചെയ്തു. ഈ വലിയൊരു ശക്തി, പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്ന ശക്തി നമുക്കില്ലാതെ പോയി. നമുക്കുണ്ട്. വിഷമമായിട്ട് വന്നൊരു ആളിനോട് നീ വിഷമിക്കണ്ട, നീ പോയി കുമ്പിട്ട് പ്രാർത്ഥിക്കുക, നോമ്പ് നോക്ക്, നിൻ്റെ പ്രശ്നം എല്ലാം തീരും എന്നൊന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും കുറിയലായുസ് ദൈവമേ എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. ഒരു ഡോക്ടർ പറയുമായിരുന്നു, ഒരു പ്രായമുള്ള ഒരു ഔട്ട്കാസ്റ്റ് ക്രിസ്ത്യൻ, എന്നാൽ അവരുടെ കയ്യിൽ ഒരു ഓപ്പറേഷൻ നടത്തുക, ഓരോ കൊട്ടുമ്പോഴും അവർ ദൈവമേ ദൈവമേ എന്ന് പറയും. ദാറ്റ്സ് എ ഗ്രേറ്റ് പ്രയർ. ദൈവത്തെ വിളിക്കുന്നത് വലിയൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിലും നിരന്തരം ദൈവത്തെ വിളിച്ചുകൊണ്ട് നല്ല സാക്ഷ്യമുള്ളവരായി തീരണം. അതിനുള്ള ഫോഴ്സ് ഇസ് എ പ്രയർ. നമ്മൾ പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് നമ്മൾ നല്ല സാക്ഷ്യമുള്ളവരായി തീർന്നത്? ഇന്ന് മലങ്കര സഭയിൽ വലിയ സഭയായി തീർന്നു എന്നാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലത്തുമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഇൻഫ്ലുവൻസ് തിരിച്ചു വരിക, എല്ലാവരും തിരിച്ചു പോരുക എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, ഭാരതത്തിലും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന നമ്മുടെ സഭ, നമ്മുടെ ആത്മീയ ജീവിത ശൈലി എന്തെന്ന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ക്ലെൻസിങ് ഓഫ് ദ ഹാർട്ട്, ഹൃദയ ശുദ്ധീകരണം ത്രൂ പ്രയർ. അതിലൊരു സന്യാസി പറയും, ഐ എം ആങ്കർഡ്
ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ നങ്കൂരമിടിച്ചിരിക്കുകയാണ്. എങ്ങനെയാ? ത്രൂ ദിസ് പ്രെയർ. എന്തിനാ? തിന്മയെ ജയിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ തിന്മകളുണ്ട്, അറിഞ്ഞും അറിയാതെയൊക്കെ വരുന്നത് മനസ്സിലാക്കുവാനും അതിനെ ജയിക്കുവാനും നമുക്ക് കഴിയണം. അത് ത്രൂ പ്രെയർ വി മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ്. എന്നെങ്കിലേ വേറൊരാൾ വരുമ്പോൾ എടാ ഇത് ചെയ്യും, ഇത് നിനക്ക് ഗുണമാണെന്ന് പറയാനൊക്കെ. സ്പിരിച്വാലിറ്റി, ആത്മീയ ജീവിതം, പരിശുദ്ധാത്മാവിന് വിധേയമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. പ്രത്യേകിച്ച് മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും അവരെ നോക്കുന്നത് ദൈവിക മനുഷ്യരായിട്ടാണ്. ഈ കുപ്പായിട്ട് കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് നമ്മളെക്കുറിച്ച് വലിയൊരു പ്രതീക്ഷയാണ്. ഞാൻ പറയാറുണ്ട്, കുപ്പായം കൊടുക്കുമ്പോൾ ഈ കുപ്പായത്തിന് 2 കാര്യം ചെയ്യാം. ഇത് ഇടുന്ന ആളിനെ ഇത് ശോഭിപ്പിക്കും, അല്ലെങ്കിൽ ഇത് ഇടുന്ന ആളിനെ ഇത് ഇല്ലാതാക്കും. ഈ കുപ്പായത്തിൻ്റെ പ്രത്യേകത, ഇത് സിമ്പിൾ ഓഫ് പ്രെയർ. അതിടുന്ന ആൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്നാണ് ലോകർ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിടുന്ന ആൾ അതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് ശോഭയുള്ളതായിത്തീരും. ജീവിക്കുന്നില്ല എങ്കിൽ അത് അഗ്നിയാണ്, അത് ദഹിപ്പിച്ചു കഴിയും. അതുകൊണ്ട് നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിത കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അനുഭവം ഉണ്ടായിരിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രത്യേക കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഇന്ന് തകർപ്പൻ ഞെട്ടിപ്പിക്കുന്ന പാട്ടുകളും നമ്മുടെ ശൈലിയെ മാറി ശബ്ദമുണ്ടാക്കുക ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പരിവേഷമായി തീർന്നിരിക്കും. വലിയ ധാർപ്പൻ പ്രസംഗങ്ങൾ നടത്തുക. ഞാനത് ഒത്തിരി കേട്ടതാ, ഒരു പ്രയോജനവുമില്ല. കേൾക്കുന്നത് മറ്റേ ചെവി കൂടെ പോകുന്നതല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ആരാധന, നമ്മുടെ ആരാധന, പ്രാർത്ഥന, നോമ്പ്, ഇതാണ് മനുഷ്യനിൽ മാറ്റം വരുത്തുന്നത്. ഇപ്പം അതൊക്കെ മാറ്റി വെച്ചു. പഴഞ്ചന, ഇപ്പം പുതിയ കൺവെൻഷൻ പാട്ടുകളും കുർബാനയോ ചെവി പൊട്ടിക്കുന്ന കുർബാനയും. നമ്മളിപ്പോൾ പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് നമ്മളെല്ലാം വളരെ അവെയറാക്കുക. പക്ഷേ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നം എന്താ അറിയാമോ? നോയ്സ്. ശബ്ദമുണ്ടാക്കി ഈ ചെവിക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. എൻ്റെ ഒരു ചെവി പോയി, നീ ഒന്നേ ഉള്ളൂ, അതും പകുതിയേ ഉള്ളൂ. നീ കുറേ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്തിനാ ഈ താർപ്പൻ? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇറ്റ്? നമ്മൾ നമ്മുടെ പൗരസ്ത്യ സ്വഭാവ രീതിയിൽ നിന്നും നമ്മൾ പതുക്കെ മാറാൻ തുടങ്ങി, ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അത് നമ്മുടെ രീതിയിലുള്ള വിദ്യാഭ്യാസം, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, അതായത് സ്രാമ്പിനെ നോക്കിക്കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മെ വഴിതെറ്റിക്കും. നമുക്ക് നമ്മുടേതായ ചില രീതികളുണ്ട്. അത് അധിഷ്ഠിതമാക്കി ഇപ്പം പ്രാർത്ഥന, കുർബാന, കുമ്പിണിയിൽ മനുഷ്യ എന്നൊക്കെ പറയുന്നത് എന്നെ പറഞ്ഞ് കളിയാക്കും പലരും. ഈ തിരുമേനിക്കിതേ പറയാനുള്ളതാണ്, എനിക്കിതേ പറയാനുള്ളൂ, പിന്നെ എന്നാ പറയാനുള്ളത്?
അതുകൊണ്ട് ഇന്നെനിക്ക് 72 വയസ്സാകാൻ പോവുകയാണ്. 72 വയസ്സിനിടയ്ക്ക് ഒരുപാട് കൂരുകൾ തലവിൽ കൂടി കടന്നുപോയി. ഇവിടെ വന്ന് നിൽക്കുക 72-ൽ. നിങ്ങളെല്ലാം ഒന്ന് കണ്ടു വെച്ച് പോകാൻ വിചാരിച്ചു വന്നത്. നമ്മുടെ ജീവിതം ഈ ഉപവാസം, പ്രാർത്ഥനയും, ആരാധനയും, കുമ്പടിയിലും, ഈ കുമ്പടിയിൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഗ്രേറ്റസ്റ്റ് വർഷിപ്പ്, നമ്മെ തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു അവസ്ഥ. പറഞ്ഞാലും എത്ര പ്രസംഗിച്ചാലും സാധിക്കുക. കുമ്പിടുമ്പോൾ നമ്മെ തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കും. വേറെ എന്നാ വഴിയുണ്ട്? നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചാലും നോക്കത്തില്ല. കുമ്പിട്ടെങ്കിലേ ഒക്കത്തുള്ളൂ ദൈവസന്നിധിയിൽ. അങ്ങനെ കുമ്പിട്ട് പ്രാർത്ഥിച്ച ഒരു ആരാധന രീതിയുടെ പിതാക്കന്മാർ കാണിച്ചു തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ ചുരുട്ടുകൂട്ടി മാറ്റി വെക്കാനാണെങ്കിൽ കുഴപ്പത്തിൽ ചാടും. നമുക്ക് സിമ്പിളായിട്ടുള്ള ആത്മീയ ജീവിതം വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. നമ്മുടെ കുടുംബത്തിൽ അതുണ്ടായിരിക്കണം, നമ്മുടെ ഇടവയിൽ അതുണ്ടായിരിക്കണം. സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ചിലതൊക്കെ. വളരെ ലളിതമായ രീതിയിൽ മാത്രം നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ടതൊന്നല്ല, നമ്മൾ അനുഭവിച്ച് ചെയ്യണം. ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണുവാനിടയായതിൽ സന്തോഷമുണ്ട്.